ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മാതൃഭൂമി ന്യൂസിനോട് PV അൻവറിനെ UDF എടുക്കണമെന്ന ഒരു നിലപാട് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ P അബ്ദുൽ ഹമീദ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ തിരുത്തുകയാണ് അദ്ദേഹം. അൻവറിന് മുന്നിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു, ഒപ്പം നിർത്താൻ എല്ലാ ശ്രമവും നടത്തി. അൻവറിന് വേണ്ടെങ്കിൽ എന്താ ചെയ്യുകയെന്നും അബ്ദുൽ ഹമീദ് ചോദിക്കുന്നു. എല്ലാ വാതിലും അടഞ്ഞില്ലേ? അടഞ്ഞു. എല്ലാ വാതിലും അടഞ്ഞല്ലോ. ഇന്ന് രാവിലെ പറഞ്ഞത് അടങ്ങിയിട്ടില്ല. ആരാ പറഞ്ഞത്? താങ്കൾ നമ്മൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതാ. നോ മാതൃഭൂമി ന്യൂസിനോട് ഞാൻ അങ്ങനല്ല പറഞ്ഞത്. വാതിൽ തുറക്കും അടക്കും ചെയ്യും. അടക്കാൻ പറ്റില്ല, വാതിൽ അടക്കാൻ പറ്റില്ലല്ലോ. അൻവർ വേണ്ട, അൻവർ വേണ്ടെന്നാ തീരുമാനം. അൻവർ വേണ്ടെന്ന് പറഞ്ഞാൽ അൻവറിനെ തീരുമാനിച്ചല്ലേ, അൻവറിനെ തീരുമാനിച്ചല്ലേ പറയാ. നമ്മൾ എല്ലാ നിലക്കും അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. അദ്ദേഹം വഴങ്ങി ഇവരെന്താ ചെയ്യാ? പിന്നെ സംശയം എന്താണ്? നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസമല്ലേ? ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി വലിയൊരു വോട്ടിന് ജയിക്കാൻ പോയില്ലേ? അൻവർ ഒരു ഫാക്ടറല്ല. നോ 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 ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു ഫാക്ടറല്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഐക്യ ജനാധിപത്യത്തിനുള്ളിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. രാവിലെ പറഞ്ഞത് അൻവർ, രാവിലെ ഞാൻ പറഞ്ഞത് നിങ്ങളെ വളച്ചൊടിച്ചാണ്. ഷിനോ ജസ്റ്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, അതിൽ വളച്ചൊടിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പായി അല്ല കാണേണ്ടത്. മുസ്ലിം ലീഗ് മാത്രം പരിശ്രമിച്ചാൽ പോരാ, കൃത്യമായി തന്നെ അതിലൊന്നും വളച്ചൊടിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ഇപ്പം 5 മണിക്കൂർ 5 തികഞ്ഞില്ല. അതിനു മുൻപ് ഇങ്ങനെ പിന്നോട്ട് പോയത് എന്തുകൊണ്ടായിരിക്കും? വലിയ രീതിയിലുള്ള സമ്മർദ്ദം അബ്ദുൽ ഹമീദിന് മേലുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഒറ്റയ്ക്കൊരു അഭിപ്രായം പറയുക എന്നത് ലീഗിനെ സംബന്ധിച്ച്, ഈ ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ രീതിയിൽ വെട്ടിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ വള്ളിക്കുന്ന് MLA ആയിട്ടുള്ള ഹമീദ് മാസ്റ്റർ ഇപ്പോൾ ഈ അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം അത്തരത്തിലൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷമാണ് മാതൃഭൂമി ന്യൂസിനോട് ഇത്തരത്തിലൊരു പ്രതികരണവും നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് UDF വാതിലുകളെല്ലാം തന്നെ അടയ്ക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലരും പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അൻവർ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞാൽ പോലും ഏതെങ്കിലും തരത്തിൽ അൻവറിനെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ കഴിയും, കൊടുത്താൽ കൊടുക്കട്ടെ, അതിനുശേഷം സമയമുണ്ടല്ലോ എന്നതായിരുന്നു അടൂർ പ്രകാശിന് ഉൾപ്പെടെയുള്ള വന്ന പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ വാതിലുകളെല്ലാം തന്നെ അടയുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് അബ്ദുൽ വഹാബ് MP വീട്ടിലാണ്. ഈ വീട്ടിൽ ഇപ്പോഴും ചില ലീഗ് നേതാക്കളൊക്കെ തന്നെ ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അത് ഈ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതിനു മുൻപ്, ഈ കൺവെൻഷന് തൊട്ട് മുൻപുള്ള ഒരു പ്രാഥമികമായ ചർച്ചയാണ് നിലവിൽ ഇപ്പോൾ ഈ അബ്ദുൽ വഹാബ് MP വീട്ടിൽ നടക്കുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം ഏകദേശം 6 മണിയോടുകൂടി UDF ഒരു മീറ്റിംഗും ഇവിടെ ഇന്ന് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ നടത്താനിരുന്ന മീറ്റിംഗാണ്. പക്ഷേ അടിയന്തരമായി ഇന്നിപ്പോൾ ഈ അബ്ദുൽ വഹാബ് MP വീട്ടിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും അൻവർ വിഷയം തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അൻവറിന്റെ വിഷയം അടഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഇനി ചർച്ചയുടെ ആവശ്യമില്ല. അതേസമയത്ത് തന്നെ അൻവറിനെ എങ്ങനെയെങ്കിലും മടക്കിക്കൊണ്ടുവരാൻ കഴിയുമോ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ലീഗിലെ ഒരു ചെറിയ വിഭാഗം നേതാക്കളൊക്കെ തന്നെ ആരായുന്നുണ്ട്. പരസ്യമായി അവർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ പോലും അൻവർ മത്സരിച്ചാൽ അത് ചിലപ്പോഴൊക്കെ ഷൗക്കത്തിന് ക്ഷീണമാകും, അത് UDF വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന് കരുതുന്ന ചില ലീഗ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് എങ്ങനെയെങ്കിലും അൻവറിനെ എന്തെങ്കിലും തിരുവമ്പാടി പോലുള്ള ഏതെങ്കിലും സീറ്റ് സെറ്റിൽമെന്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അൻവറിനെ കൊണ്ട് തിരുത്തി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് നിർണായകമായ ആ ചർച്ച നടക്കാൻ പോകുന്നത്. എന്തായാലും ഹമീദ് മാസ്റ്റർ രാവിലെ പറഞ്ഞ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അൻവർ വേണ്ട, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ UDF ജയിക്കാൻ കഴിയും. ഇത് UDF ഒരു സിറ്റിംഗ് സീറ്റാണ്, UDF ഒരു ഷുവർ സീറ്റാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് 2016 ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ്. അത് ഇത്തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ് ലീഗ് ഇപ്പോൾ പറയുന്നത്.